കാനായിലെ കല്യാണ വിരുന്ന്. യേശുവും ശിഷ്യന്മാരും കാനായിലെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറിയം നേരത്തെ തന്നെ ബന്ധമുള്ള കുടുംബമായിരിക്കണം. ബന്ധമുള്ള കുടുംബത്തിലാണ് മറിയത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക. കാനായിൽ വിവാഹ വിരുന്ന് നടക്കുകയാണ്. തദവസരത്തിൽ മറിയം അതിലൂടെ ഒന്ന് നടന്നുപോയി. നടന്നു പോകുന്ന അവസരത്തിൽ മറിയത്തിൻ്റെ പാദങ്ങൾ കൽഭരണിയിൽ തട്ടി. കൽഭരണിയിൽ തട്ടിയപ്പോഴുണ്ടായ ആ ശബ്ദം മറിയത്തിന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ കൽഭരണിയിലെ വീഞ്ഞ് തീർന്നിരിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് കല്യാണത്തിന് ഏറ്റവും ആവശ്യമായിരുന്ന ഒന്നാണ് വീഞ്ഞ്. അവിടെ തീർന്നിരിക്കുകയാണ്. വേദനിക്കുന്ന മറിയത്തിൻ്റെ ഹൃദയം വേഗം തന്നെ യേശുവിൻ്റെ അരികിലേക്ക് അണഞ്ഞു. മറിയം പറയുകയാണ് യേശുവിൻ്റെ അരികിൽ അവർക്ക് വീഞ്ഞില്ല. യേശു ചോദിക്കുന്നു, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ആയിട്ടില്ല. മറിയത്തിൻ്റെയും യേശുവിൻ്റെയും മുഖങ്ങൾ ഒന്ന് കൂട്ടി ഉരുമി. ആ അമ്മയുടെ മുലപ്പാൽ യേശു നുകർന്നാണ് വളർന്നു വന്നത്. കുടുംബജീവിതം, വിവാഹ ജീവിതം ഇല്ലെങ്കിൽ ഈ ലോകം നിന്നു പോവുകയില്ലേ? ജീവിതമാകുന്ന ഊഞ്ഞാൽ ഹൃദയഫേരിയിൽ ഉയർത്തി കുടുംബജീവിതം ആരംഭിക്കുന്ന ആ കുടുംബത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന വീഞ്ഞ് ഇല്ലാതായിരിക്കുന്നു. മറിയം പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവിടെ വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളുണ്ടായിരുന്നു. യേശു അവിടെയുള്ള ഭൃത്യന്മാരോട് പറയുകയാണ്, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവിടെ അടുത്തുള്ള കിണറിൽ നിന്ന് ഭൃത്യന്മാർ വേഗം കൊണ്ടുവന്നൊഴിച്ചു. യേശുവിൻ്റെ പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ സഹായം കൂടുതൽ ആവശ്യമാണ്. ഭൃത്യന്മാർ കിണറ്റിൽ നിന്നും കോരിക്കൊണ്ടുവന്ന വെള്ളം 6 കൽഭരണികളിൽ വക്കോളം നിറച്ചു. അവിടെ ആ കല്യാണ വിരുന്നിൽ ഭക്ഷണം വിളമ്പുന്നവരോട് യേശു പറയുകയാണ്, ഇനി ഈ വീഞ്ഞ് പകർന്നു കൊടുക്കുവിൻ. കല്യാണ പന്തലിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ജനത്തിന്, ആ ജനം ചോദിക്കുകയാണ്, കല്യാണ പന്തലിൽ ഇരുന്നവർ ചോദിക്കുകയാണ്, ഇത്രയും നേരം നിങ്ങൾ ഇത്രയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ. പാനം ചെയ്തവരറിഞ്ഞില്ല. അത് യേശുവിൻ്റെ മൊഴികളാൽ, പകർന്നു കൊടുക്കാൻ പറഞ്ഞ ആ മൊഴിയാൽ വീഞ്ഞായി മാറിയതാണ്. അങ്ങനെ യേശു ആദ്യത്തെ അത്ഭുതം, അടയാളം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്.
വരുന്നവർക്കെല്ലാം രുചിയുള്ള ഭക്ഷണവും നല്ല വീഞ്ഞും നൽകുന്ന യേശു എത്രയോ വലിയ അനുഭവമാണ് നമുക്ക് തരുന്നത്. കാനായിലെ കല്യാണ വിരുന്ന് നല്ലൊരു സന്ദേശം തരുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യേശു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ ബോട്ട് പോലെയാകും. പൊളിയാതിരിക്കാം, തകരാതിരിക്കാം. ജീവിതമാകുന്ന ഈ കടലിലേക്ക് ഈ നൗക തുഴയാം. യേശു നിങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് പ്രത്യേകമായിട്ട് ഈ സുവിശേഷ ഭാഗം വളരെ ശക്തി നൽകുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെ നിങ്ങളെല്ലാവരും വായിക്കണം. ജയ് ക്രൈസ്റ്റ്, ജയ് ക്രൈസ്റ്റ്.